നമുക്ക് വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അനുജൻ പോയ ശേഷം പ്രജകൾ വീണ്ടും വീണ്ടും വന്ന് വിഷമിപ്പിക്കും എന്ന് വിചാരിച്ച് സത്യസന്ധനും ജിതേന്ദ്രിയനുമായ ശ്രീരാമചന്ദ്രൻ ഏകാഗ്രചിത്തനായി ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. ആ ഘോരാരണ്യത്തിൽ എത്തിയ ഉടനെ വിരാതൻ എന്ന ഭയങ്കര രാക്ഷസനെ നിഗ്രഹിച്ചു. തുടർന്ന് ശരഭംഗൻ, സുധീഷ്ണൻ, അഗസ്ത്യൻ, അഗസ്ത്യ സഹോദരൻ എന്നീ മാമുനീന്ദ്രന്മാരെ ദർശിച്ചു. അഗസ്ത്യ ബ്രഹ്മഋഷിയുടെ അരുളപ്പാടു പ്രകാരം ഇന്ദ്രദത്തമായ ചാപവും അവസാനിക്കാത്ത അമ്പുകളോടുകൂടിയ ആവനാഴിയും നിശിതമായൊരു ഖഡ്ഗവും ആ ആശ്രമത്തിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ വനവാസികളോട് വസിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ സമീപത്തിൽ മഹർഷിവര്യന്മാർ വന്ന് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ അഭ്യർത്ഥിച്ചു. ദണ്ഡകാരണ്യത്തിൽ താമസിക്കുന്നവരും അഗ്നിതുല്യരുമായ ഋഷിശ്രേഷ്ഠന്മാരോട് രാക്ഷസവധം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്ത രഘുവരൻ്റെ അടുക്കലേക്ക് ജനസ്ഥാനവാസിനിയും കാമരൂപിണിയുമായ ശൂർപ്പണഖ വരികയും വിരൂപിയാവുകയും ഉണ്ടായി. ആ ആരണ്യവാസികളായ 14,000 ഘോര രാക്ഷസന്മാരും അവരുടെ നായകന്മാരുമായ ത്രിശിരസ്, ദൂഷണൻ, ഖരൻ എന്നീ അമേയ ബലവാന്മാരും അവളുടെ അപേക്ഷപ്രകാരം യുദ്ധസന്നദ്ധരായി വന്നു. ശ്രീരാമൻ ഒറ്റയ്ക്ക് അവരെ മുഴുവൻ ഘോരയുദ്ധത്തിൽ നിഗ്രഹിച്ചു. ബന്ധുവധം കേട്ട രാവണൻ ക്രോധാനനായി മാരീചൻ എന്ന രാക്ഷസനെ സഹായത്തിന് ക്ഷണിച്ചു. മാരീചൻ പലതരത്തിലും രാവണനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കാലപ്രചോദിതനായ ദശവദനൻ മാരീചനോടൊന്നിച്ച് ശ്രീരാമാശ്രമത്തിൽ എത്തിച്ചേർന്നു. മാരീചന്റെ മായാവിദ്യയാൽ രഘുവരന്മാർ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ആ സന്ദർഭത്തിൽ രാവണൻ സീതാദേവിയെ അപഹരിച്ചു. ഗൃധ്രരാജനായ ജടായു രാവണനാൽ മൃതനായത് കാണുകയും മൈഥിലി അപഹൃതയായെന്ന് കേൾക്കുകയും ചെയ്ത ശ്രീരാമൻ ശോകാകുലനായി വളരെ വിലപിച്ചു. ജടായുവിനെ സംസ്കരിച്ച കുമാരന്മാർ സീതയെയും അന്വേഷിച്ച് നടക്കുമ്പോൾ വികൃതനും ഘോരദർശനനുമായ കബന്ധൻ എന്ന അസുരനെ കാണുകയും മഹാബാഹുവായ ദശരഥി അവനെ നിഗ്രഹിക്കുകയും സ്വർഗപ്രാപ്തിയിലേക്ക് അയക്കുകയും ചെയ്തു. കബന്ധന്റെ നിർദ്ദേശം അനുസരിച്ച് ശബര്യാശ്രമത്തിലേക്കാണ് കുമാരന്മാർ തുടർന്ന് പോയത്. ധർമ്മചാരിണിയും മഹാതപസ്വിനിയുമായ ശബരിയുടെ പൂജ സ്വീകരിച്ച പരന്തപൻ പമ്പാതീരത്തിൽ ചെന്നെത്തുകയും ഹനുമാനെ കാണുകയും ആ വാനരപ്രമുഖന്റെ അഭ്യർത്ഥന അനുസരിച്ച് സുഗ്രീവനോടുകൂടി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുകയും അതുവരെയുള്ള സ്വവൃത്താന്തങ്ങൾ പരസ്പരം അറിയിക്കുകയുമാണ് ഉണ്ടായത്. വാനര രാജാവായ ബാലിയോടുള്ള വൈരവർദ്ധമാനം വ്യസനസമേതം സുഗ്രീവൻ ശ്രീരാമനെ അറിയിച്ചു. ബാലിയെ നിഗ്രഹിക്കാമെന്ന് ദശരഥി സത്യം ചെയ്തു. അമേയ ബലവാനാണ് ബാലി. ശ്രീരാമനെ കൊണ്ട് വാനര രാജാവിനെ വധിക്കുവാൻ സാധിക്കുമോ എന്ന് പോലും സുഗ്രീവൻ സംശയിച്ചു. രഘുപതിയുടെ കരബലം പ്രത്യക്ഷമായി കണ്ട് വിശ്വസിക്കുവാൻ ആഗ്രഹിച്ച സുഗ്രീവൻ മാമലതുല്യം കിടക്കുന്ന ദുന്ദുഭിയുടെ ഉത്തമാംഗത്തെ കാണിച്ചുകൊടുത്തു. മഹാശക്തനായ മഹാബാഹു മന്ദഹാസത്തോടെ ആ അസ്ഥികൂടത്തെ പാദാങ്കുഷ്ടം കൊണ്ട് 10 യോജന ദൂരത്തിലേക്ക് എറിഞ്ഞു വീഴ്ത്തി. തുടർന്ന് ഒരൊറ്റ ബാണത്താൽ സപ്തസാലങ്ങളെയും ഗിരിശൃംഗത്തെയും ഭേദിച്ച് ആ അസ്ത്രം രസാതലം വരെ ആഴുക കൂടി ചെയ്തപ്പോൾ പരിപൂർണ വിശ്വാസം സുഗ്രീവന് ഉണ്ടായി. സന്തുഷ്ടനായ വാനരേന്ദ്രൻ ശ്രീരാമനോടൊന്നിച്ച് കിഷ്കിന്ധയിലെ ഗുഹാദ്വാരത്തിൽ എത്തി. സിംഹനാദത്തോടെ ബാലിയെ പോരിന് വിളിച്ചു. സുഗ്രീവന് അതിശക്തനായ സഹായി ഉണ്ടെന്നുള്ള താരയുടെ ഉപദേശത്തെ സ്വീകരിക്കാതെ അടരിന്നടുത്ത ബാലിയെ നിഹനിക്കുവാൻ രാമബാണം ഒന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ. സുഗ്രീവൻ വാനര ചക്രവർത്തിയായി. കപീന്ദ്രനായ സുഗ്രീവൻ പടകളെയെല്ലാം വരുത്തി സീതാ സന്ദർശനാർത്ഥം 4 ഭാഗങ്ങളിലേക്കും വാനരപ്രമുഖന്മാരെ അയച്ചു. ഗൃധ്രരാജനായ സാമ്പതിയുടെ വാക്കുകൾ കേട്ട് 100 യോജന വിസ്താരമുള്ള ദക്ഷിണ മഹാസാഗരം ഹനുമാൻ ചാടിക്കടന്ന് ലങ്കാപുരയിൽ എത്തി. രാവണനാൽ പരിപാലിക്കപ്പെടുന്ന ലങ്കാരാജ്യത്തിലെ അശോക വനമധ്യത്തിൽ ശ്രീരാമ ധ്യാന നിരതയായിരിക്കുന്ന ജനകാത്മജയെ കണ്ട ഹനുമാൻ വർത്തമാനങ്ങൾ അറിയിച്ച് അഭിജ്ഞാനത്തിന് മുദ്രമോതിരം സമർപ്പിച്ചു. ദേവിയെ സമാശ്വസിപ്പിച്ചു.
തോരണത്തെ തകർത്തു. പഞ്ചസേനാപതികളെയും 7 മന്ത്രിപുത്രന്മാരെയും ശൂരനായ അക്ഷകുമാരനെയും നിഗ്രഹിച്ചു. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിതനായെങ്കിലും പിതാമഹവരത്താൽ ആ ദിവ്യാസ്ത്രത്തിൽ നിന്ന് താൻ മുക്തനാണെന്ന് ഓർമ്മ വന്നുവെങ്കിലും അസുരന്മാരുടെ അധീനത്തിലായ മട്ടിൽ രാവണ സമീപത്തിൽ എത്തുകയും രാക്ഷസ ചക്രവർത്തിക്ക് താക്കീത് ചെയ്യുകയും ലങ്കാനഗരിയെ മുഴുവൻ അഗ്നിക്ക് ഇരയാക്കുകയും മഹാർണവം ചാടി ശ്രീരാമചന്ദ്ര സമീപത്തിലെത്തി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കണ്ടു സീതയെ എന്ന് അറിയിക്കുകയും ചെയ്തു. ഇക്ഷ്വാകു കുലനന്ദനൻ സുഗ്രീവ സഹിതനായി സമുദ്രതീരത്തിൽ എത്തി ആദിത്യ തുല്യ ശരങ്ങളാൽ ആഴിയെ ക്ഷോഭിപ്പിച്ചു. ഭീതനായ വരുണൻ സ്വരൂപത്തിൽ വന്ന് സേതുബന്ധനം ചെയ്യാൻ സമ്മതിച്ചു. കവിപ്രമുഖനായ നളൻ ചിറകെട്ടി വാനര സൈന്യങ്ങളോടൊത്ത് ലങ്കാനഗരിയിൽ എത്തിയ ശ്രീരാമചന്ദ്രൻ ഘോരയുദ്ധത്തിൽ രാവണനെ വധിച്ചു. ലജ്ജാവനതമുഖിയായ സീതാദേവിയോട് ജനമധ്യത്തിൽ നിന്ന് പരുഷവാക്കുകളാണ് പറഞ്ഞത്. അഗ്നികുണ്ഡത്തിൽ സതീരത്നമായ മൈഥിലി ചാടുകയും യാതൊരുവിധ കളങ്കവും ഇല്ലാത്തവളാണ് ദേവിയെന്ന് അഗ്നിദേവൻ പറയുകയും സന്തുഷ്ടനായ രഘുവരൻ സീതയെ സ്വീകരിക്കുകയും ചെയ്തു. സർവ്വദേവന്മാരും പ്രത്യക്ഷമായി പൂജിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.